Question number 26. Heads of department are competent to sanction dash advance to employees. ജീവനക്കാർക്ക് ഡാഷ് മുൻകൂർ അനുവദിക്കാനുള്ള അധികാരം വകുപ്പ് മേധാവിക്കാണ്. ഏതൊക്കെ ആൻസർ? ഓപ്ഷൻ എ ഹൗസ് ബിൽഡിംഗ്, ഓപ്ഷൻ ബി പർച്ചേസ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, മോട്ടോർ കൺവെയൻസ്, ഓപ്ഷൻ ഡി ബൈസൈക്കിൾ. ആൻസർ സൈക്കിൾ അഡ്വാൻസ്. Question number 27. ദേവസ്വം ഫണ്ട് ഈസ് എ ഡാഷ് ഡെപ്പോസിറ്റ്. ദേവസ്വം ഫണ്ട് ഒരു ഡാഷ് ഡെപ്പോസിറ്റ് ആണ്. ആൻസർ എന്താണ്? പേഴ്സണൽ ഡെപ്പോസിറ്റ് എന്നാണ് ഇതിൻ്റെ ആൻസർ. Question number 28. Deposit of ജന്മികരം കളക്ഷൻ ഈസ്. ജന്മികരം പിരിവിൻ്റെ നിക്ഷേപം ഏതാണ് എന്നാണ് ചോദ്യം. ആൻസർ റവന്യൂ ഡെപ്പോസിറ്റ് ആണ് ജന്മികരം പിരിവിൻ്റെ നിക്ഷേപം എന്ന് പറയുന്നത്. Question number 29. In forest department, wages remaining unpaid for 3 months should be reported to. വനം വകുപ്പിൽ 3 മാസക്കാലം വിതരണം ചെയ്യാനാകാത്ത കൂലി വിവരം ആരെയാണ് അറിയിക്കേണ്ടത്? ആൻസർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറെയാണ് 3 മാസക്കാലം വിതരണം ചെയ്യാനാകാത്ത കൂലി വിവരം അറിയിക്കേണ്ടത്. Question number 30. A government officer authorized to draw money and make payment is called. പണം പിൻവലിക്കാനും വിതരണം ചെയ്യാനും ചുമതലയുള്ള സർക്കാർ ഉദ്യോഗസ്ഥൻ ആരാണ്? ആൻസർ ഡ്രോയിങ് ആൻഡ് ഡിസ്ബേഴ്സിംഗ് ഓഫീസറാണ് പണം പിൻവലിക്കാനും വിതരണം ചെയ്യാനും ചുമതലയുള്ള സർക്കാർ ഉദ്യോഗസ്ഥൻ. Question number 31. A lapsed deposit credited to government should be repaid only with the sanction of. സർക്കാരിലേക്ക് വകയിരുത്തിയ കാലഹരണപ്പെട്ട ഡെപ്പോസിറ്റ് തിരികെ നൽകുന്നതിന് ഡാഷിൻ്റെ അനുവാദപത്രം ആവശ്യമാണ്. ആൻസർ അക്കൗണ്ടൻറ്റ് ജനറലിൻ്റെ അനുവാദപത്രമാണ് ആവശ്യം. Question number 32. Who will recover the amount spent in connection with the removal of encroachment? ഒരു കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് വേണ്ടി വരുന്ന ചെലവ് ആരാണ് ഈടാക്കുന്നത്? ആൻസർ വില്ലേജ് ഓഫീസറാണ് ഒരു കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് വേണ്ടി വരുന്ന ചെലവ് ഈടാക്കുന്നത്. Question number 33. Who is the authority to approve the rate of advertisement charges? ഒരു പരസ്യക്കൂലിയുടെ റേറ്റ് അംഗീകരിക്കുന്നത് ആരാണ്? ആൻസർ ഡയറക്ടർ ഓഫ് പബ്ലിക് റിലേഷൻ. ഡയറക്ടർ ഓഫ് പബ്ലിക് റിലേഷൻ ആണ് ഒരു പരസ്യക്കൂലിയുടെ റേറ്റ് അംഗീകരിക്കുന്നത്. Question number 34. Fidelity guarantee ഇൻഷുറൻസ് ഈസ് എ. ഫിഡിലിറ്റി ഗ്യാരണ്ടി ഇൻഷുറൻസ് ഒരു ഡാഷ് ആണ്. ആൻസർ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആണ് ഫിഡിലിറ്റി ഗ്യാരണ്ടി ഇൻഷുറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Question number 35. ഇൻക്രിമെൻറ്റ് രജിസ്റ്റർ ഈസ് മെയിൻറ്റെയിൻഡ് ഇൻ കേരള ഫിനാൻഷ്യൽ കോഡ്. കേരള ഫിനാൻഷ്യൽ കോഡ് ഫോറം ഡാഷിൽ ആണ് ഇൻക്രിമെൻറ്റ് രജിസ്റ്റർ പരിപാലിക്കുന്നത്. ആൻസർ ഫോം 9A ഓക്കെ. Question number 36. Pay and allowance due to deceased government servant is claimed as specified in Kerala Financial Code. കേരള ഫിനാൻഷ്യൽ കോഡ് ആർട്ടിക്കിൾ ഡാഷ് പ്രകാരമാണ് മരണപ്പെട്ട ജീവനക്കാരൻ്റെ ശമ്പള അലവൻസുകൾ അനുവദിക്കുന്നത്. ഏതാണ്?
ആർട്ടിക്കിൾ 83 പ്രകാരമാണ്. Question number 37. Deduction from pay on account of civil court attachments are made in accordance of Kerala Financial Code. സിവിൽ കോടതി അറ്റാച്ച് ചെയ്ത തുക ശമ്പളത്തിൽ നിന്ന് ഈടാക്കുന്നത് കേരള ഫിനാൻഷ്യൽ കോഡ് ആർട്ടിക്കിൾ ഡാഷ് പ്രകാരമാണ്. ആൻസർ ആർട്ടിക്കിൾ 89(4) പ്രകാരമാണ്. Question number 38. Temporary advance are sanctioned under dash Kerala Financial Code. കേരള ഫിനാൻഷ്യൽ കോഡ് ആർട്ടിക്കിൾ ഡാഷ് പ്രകാരമാണ് താൽക്കാലിക മുൻകൂറുകൾ അനുവദിക്കുന്നത്. ഏതാണ് ആൻസർ? ആർട്ടിക്കിൾ 99 പ്രകാരമാണ് താൽക്കാലിക മുൻകൂറുകൾ അനുവദിക്കുന്നത്. Question number 39. Contingent register should be maintained in Kerala Financial Code. കണ്ടിജൻറ്റ് രജിസ്റ്റർ ഏത് ഫോറത്തിലാണ് സൂക്ഷിക്കേണ്ടത് കേരള ഫിനാൻഷ്യൽ കോഡ്? അപ്പം ആൻസർ ഫോം 10 സൂക്ഷിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. Question number 40. Who will be responsible for payment of electric, current and water charges of a government building occupied as residence? താമസത്തിന് ഉപയോഗിക്കുന്ന സർക്കാർ കെട്ടിടത്തിൻ്റെ വൈദ്യുതി ചാർജ്, വെള്ളക്കരം എന്നിവ ആരാണ് അടയ്ക്കേണ്ടത്? ആൻസർ ഏതാണ്? ദ പേഴ്സൺ ഓക്യുപ്പൈയിങ് ദ ബിൽഡിംഗ് എന്നാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്, താമസക്കാരൻ. ഇതിനോട് കൊടുത്ത ഓപ്ഷനുകൾ ദ കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ എ ആയിട്ട്. ഓപ്ഷൻ ബി PWD കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ സി ഇറ്റ്സ് ഫ്രീ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ ആൻസറാണ് ആരാണോ താമസിക്കുന്നത് അവരാണ് ഈ കെട്ടിടത്തിൻ്റെ വൈദ്യുതി ചാർജ്, വെള്ളക്കരം എന്നിവ ഒടുക്കേണ്ടത്. Question number 41. Stock account of office furniture is to be kept in Kerala Financial Code. കേരള ഫിനാൻഷ്യൽ കോഡ് ഡാഷ് ഫോറത്തിലാണ് സർക്കാർ ഓഫീസുകളിൽ ഫർണിച്ചർ സ്റ്റോക്ക് രജിസ്റ്റർ സൂക്ഷിക്കേണ്ടത്. ഏത് ഫോമിലാണ് എന്നാണ്? ആൻസർ ഫോം 18 സർക്കാർ ഓഫീസുകളിൽ ഫർണിച്ചർ സ്റ്റോക്ക് രജിസ്റ്റർ സൂക്ഷിക്കേണ്ടത്. Question number 42. The method of execution of work is explained in Kerala Financial Code. കേരള ഫിനാൻഷ്യൽ കോഡ് ഡാഷ് ആർട്ടിക്കിളിലാണ് മരാമത്ത് പണികളുടെ നടത്തിപ്പിനെ പറ്റി വിവരിക്കുന്നത്. ഏതാണ് ആ ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 178 ആണ് മരാമത്ത് പണികളുടെ നടത്തിപ്പിനെ പറ്റി വിവരിക്കുന്നത്. Question number 43. The procedure for starting a work in an emergency is explained in Kerala Financial Code. അടിയന്തര ഘട്ടത്തിൽ ഒരു മരാമത്ത് പ്രവൃത്തി ആരംഭിക്കുന്നതിനെ പറ്റി കേരള ഫിനാൻഷ്യൽ കോഡ് ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ആർട്ടിക്കിൾ 185 ഒരു അടിയന്തര ഘട്ടത്തിൽ ഒരു മരാമത്ത് പ്രവൃത്തി ആരംഭിക്കുന്നതിനെ പറ്റി പറയുന്നത്. Question number 44. The requirement of check measurement of work is explained in Kerala Financial Code. രേഖപ്പെടുത്തിയ അളവുകൾ പരിശോധന നടത്തേണ്ടതിൻ്റെ ആവശ്യകത ആർട്ടിക്കിൾ ഡാഷ് KFC അല്ലെങ്കിൽ കേരള ഫിനാൻഷ്യൽ കോഡിലാണ് പരാമർശിക്കുന്നത്. എന്താണ്? ആർട്ടിക്കിൾ 191 രേഖപ്പെടുത്തിയ അളവുകൾ പരിശോധന നടത്തേണ്ടതിൻ്റെ ആവശ്യകത പറയുന്നത്. Question number 45. In how many installments the advance for Thiruvonam festival be recovered?
തിരുവോണം അഡ്വാൻസ് എത്ര തവണയായാണ് തിരികെ ഈടാക്കേണ്ടത്? ആൻസർ 5 ഈക്വൽ മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്സ്. 5 തുല്യ മാസത്തവണകളായാണ് തിരുവോണം അഡ്വാൻസ് തിരികെ ഈടാക്കേണ്ടത്. Question number 46. If the expenditure head revenue account relating to tourism is 3452, what is the corresponding head for loan? ടൂറിസം വകുപ്പിൻ്റെ റവന്യൂ ചെലവ് ശീർഷകം 3452 ആണെങ്കിൽ ആയതിൻ്റെ ലോൺ ശീർഷകം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ 7452 ആണ്. ടൂറിസം വകുപ്പിൻ്റെ റവന്യൂ ലോൺ ശീർഷകം. Question number 47. Who is the competent authority to sanction HB advance if a joint application is submitted by husband and wife working into different departments of the state government? ഭാര്യ ഭർത്താക്കന്മാർ 2 വകുപ്പിൽ ജോലി ചെയ്യുമ്പോൾ ഗൃഹനിർമ്മാണ വായ്പ അനുവദിക്കുന്നതിന് അധികാരം ഉള്ളതാർക്കാണ്? ആൻസർ ഗവൺമെൻറ് ഇൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അഥവാ ധനകാര്യ വകുപ്പിനാണ്. Question number 48. What is the maximum TA advance that can be granted to the family of the officer who die in harness? സർവീസിലിരിക്കെ മരണമടയുന്ന ജീവനക്കാരൻ്റെ കുടുംബത്തിന് അനുവദിക്കാവുന്ന പരമാവധി മുൻകൂർ യാത്രാപ്പടി എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി 3/4 ഓഫ് ദ അഡ്മിസബിൾ TA. ഓക്കെ. Question number 49. The major head of revenue expenditure are. റവന്യൂ ചെലവിലെ മേജർ കണക്ക് ശീർഷകം ഡാഷ് ആണ്. ആൻസർ 2011, 3999 എന്നിവയാണ് റവന്യൂ ചെലവിലെ മേജർ കണക്ക് ശീർഷകം. Question number 50. The tax revenue are credited in the. നികുതി വരുമാനം ഏത് വിഭാഗത്തിലാണ് ഒടുക്ക് വരുന്നത്? ആൻസർ കൺസോളിഡേറ്റഡ് ഫണ്ടിലാണ് നികുതി വരുമാനം ഒടുക്ക് ചെയ്യുന്നത്.